എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും വന്നിട്ടോ നിങ്ങളുടെ മുമ്പിൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കുറച്ച് ഓർമ്മകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വാപ്പയുമായിട്ടുള്ള ആ ഒരു കുറേ സംഭവങ്ങളുണ്ട്. വാപ്പയുടെ ഓർമ്മകൾ. എൻ്റെ വാപ്പ മരണപ്പെട്ടിട്ട് ഇപ്പോൾ 24 കൊല്ലമായി. അപ്പോൾ വാപ്പയുടെ കുറേ ഓർമ്മകളുണ്ട്. അതൊക്കെ ഞാനിങ്ങനെ എല്ലാ വീഡിയോയിലും ഇങ്ങനെ കുറച്ച് പറയാം. ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് എൻ്റെ വാപ്പയുടെ പെട്ടി, പഴയ ഒരു പെട്ടി. എൻ്റെ വാപ്പ ഞങ്ങളെ വിട്ടു പോയപ്പോൾ ഇവിടെ തന്നേൽപ്പിച്ച് പോയ പെട്ടിയാണ്. ഈ പെട്ടി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും സ്കൂൾ പെട്ടിയാണല്ലോ, പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന പെട്ടിയില്ലേ, അതല്ല കേട്ടോ. സത്യം ഇത് സിൽവർ കളർ അടിച്ചതാണ്. ശരിക്കും ഇതിന്റെ കളർ ദേ ഇതാണ് കേട്ടോ. ഈ സംഭവമാണ് ഇതിന്റെ കളറ്. തകരപ്പെട്ടിയാണ്. അപ്പോൾ ഇതില് കുറച്ച് വാപ്പയുടെ ഓർമ്മകൾ ഉണ്ട്. വാപ്പയുടെ കുറച്ച് സാധനങ്ങൾ, വാപ്പ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഇതില് ഉണ്ട്. അപ്പൊ ഇതാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്, ഈ വീഡിയോ. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഞാനത് കീയൊക്കെ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. കാരണം കൂട്ടി വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെ തുറന്നു നോക്കും, അത് പിന്നെ നഷ്ടപ്പെട്ടു പോവും, പിന്നെ നമുക്കത് കിട്ടൂലല്ലോ. അപ്പൊ അത് കാരണം ഞാനത് എൻ്റെ ഏറ്റവും വിലപ്പെട്ട ഒരു നിധിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നതാണ്. അല്ലാതെ പണപ്പെട്ടിയൊന്നുമല്ല. നിധി എന്ന് പറയുന്നത് എൻ്റെ വാപ്പയുടെ ഓർമ്മ തന്നെ വലിയൊരു നിധിയാണ്. നമുക്ക് തുറക്കാം. ഓക്കെ, താക്കോലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് കൂട്ടി സെറ്റാക്കിയേക്കണേണ്. നമുക്കിത് തുറക്കാൻ പോവുകയാണ്. കുറേയേറെ സാധനങ്ങളുണ്ട് കേട്ടോ ഇതില്. അപ്പോൾ ഇതാണ് എൻ്റെ വാപ്പയുടെ കുറേ സംഭവങ്ങൾ. ഇത് ഇതിൽ പെടൂല കേട്ടോ. ഇത് അളിയൻ എനിക്ക് ഗിഫ്റ്റ് തന്നാണ്. എത്താടെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് തന്നാണ്. ഞാൻ ഇതിൽ വെച്ചു എന്നുള്ളൂ. ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഉള്ള സംഭവങ്ങളാണ്. ഇത് വാപ്പ ഉപയോഗിച്ചിരുന്ന സമയത്ത് വാപ്പ ഇതിലാണ് എല്ലാ സമ്പാദ്യങ്ങളും ഒക്കെ വെച്ചിരുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ വാപ്പ സ്വരുക്കൂട്ടൊക്കെ ഇതിലാണ് വെച്ചിരുന്നത് കേട്ടോ. അതിലേറ്റവും അതിന്റെ തെളിവാണ് ഇതാണ് കേട്ടോ. ഞാൻ കവറ് പോലും മാറ്റിയിട്ടില്ല കേട്ടോ. ഇതില്ല, ഇത് കാണിച്ചു തരാതെ പുറത്തേക്ക് എടുക്കട്ടെ കേട്ടോ. കവറ് മാറ്റി, കവറിന്റെ ഒച്ച ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ എന്താ ഇതിലാണെന്ന് വാപ്പ പൈസ ഒക്കെ ഇട്ട് വെച്ചിരുന്നത്. സുക്കപ്പെട്ടിയാണ് തോന്നുന്നത്. വാപ്പ വീട് തെറുപ്പുകാരനായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ കടയിൽ വീട് തെറുക്കുമായിരുന്നു വാപ്പ. സ്റ്റേഷനറി കടയായിരുന്നു. ഇത് തുറക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കണ്ടോ, ഇതിലാണ് വാപ്പയുടെ പൈസ വെച്ചിരുന്നത്. ഒരുപാട് പൈസയൊന്നും ഇല്ല കേട്ടോ. ഇതാണ് വാപ്പയുടെ സമ്പാദ്യം. ഞങ്ങൾ എടുത്തിട്ടില്ല. 100 രൂപ, പിന്നെ 10 രൂപ, അങ്ങനെ ഒരു 10-200 രൂപയോളം ഉണ്ട്. 10-250 രൂപയോളം ഇതിലുണ്ട്. ഇത് പക്ഷെ വാപ്പ എടുത്ത് വെച്ചിരുന്നത് കൊണ്ട് കണ്ട എഴുത്തും, പണ്ടൊക്കെ എഴുത്തൊക്കെ ഉണ്ടാവുമല്ലേ, എഴുത്തൊക്കെ ഉള്ള. പിന്നെ 5 രൂപ, അതൊക്കെ വാപ്പ 24 വർഷത്തിന് മുമ്പ് വാപ്പ എടുത്ത് വെച്ചതാണ്. അത് ചെലവാക്കാനോ ഒന്നും തോന്നണില്ല. അപ്പൊ ഇത് പഴയ പൈസയാണ് കേട്ടോ. ഇപ്പൊ ഇത് എടുക്കില്ല എന്ന് തോന്നുന്നു. നോക്കി, ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഇത് കണ്ടിട്ട് തന്നെ ഇല്ല, ഇങ്ങനത്തെ 20ന്റെ നോട്ടൊന്നും. അപ്പൊ ഇത് ഒക്കെ വാപ്പ എടുത്ത് വെച്ചിരുന്ന അതാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം എടുത്തിട്ട് ചെലവാക്കാന്ന് വിചാരിച്ചു. പിന്നെ അതൊന്നും തോന്നണില്ല. വാപ്പ എടുത്ത് വെച്ചിരുന്നത് അതേപോലെ തന്നെ വെക്കാനൊരു ഇഷ്ടം. അപ്പൊ ഇനി എന്തെങ്കിലും വാപ്പായുടെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഇത് ചെലവാക്കണം എന്നാണ്. അല്ലെങ്കിൽ പിന്നെ ഇതും എടുക്കാതാവും. 100 നോട്ടും 10 നോട്ടൊക്കെ. അതുപോലെ തന്നെ ഇതിലും ഉണ്ട് കേട്ടോ. ഇതില് വെച്ചിട്ടുണ്ട്. ഇതിലും 10 നോട്ടാണ് ഉള്ളത്. അപ്പൊ ഇതിലായിരിക്കണം ഇപ്പൊ എല്ലാ സമ്പാദ്യങ്ങളും കൊണ്ടുവച്ചിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് തന്നെ അതൊക്കെ തന്നു വാപ്പ. ഇത് കണ്ടോ, 10 രൂപ. പിന്നെ ഇത് നമ്മള് ഇപ്പോഴത്തെ കുട്ടികളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇതാ 2ന്റെ രൂപ, 1ന്റെ രൂപ. ഇപ്പൊ 1ന്റെ രൂപയൊക്കെ ഇല്ല. ഇതൊക്കെ വാപ്പയുടെ സമ്പാദ്യങ്ങളായിരുന്നു കേട്ടോ. ഇതൊക്കെ എടുത്ത് വാപ്പ വെച്ചതാണ്. വാപ്പ വെച്ചതിന് നമ്മൾ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. വാപ്പയുടെ ഓർമ്മകളിൽ ഭയങ്കര വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ് വാപ്പ എടുത്തു വെച്ച ഈ ഒരു പൈസ. അപ്പം അത് നമുക്ക് മാറ്റിയേക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ്, ഇത് റേഡിയോ ആണ് കേട്ടോ. നെസ്കഫേ എന്ന് എഴുതിയേക്കണ ഒരു ഇത്. എന്തോ വാപ്പ എന്തിനോ ഫ്രീ കിട്ടിയത് എന്തോ ആണോ എനിക്കറിയില്ല. വാപ്പ ഉപയോഗിച്ചിരുന്നതാണ്. പിന്നെ ഇത് വിട്ടൊക്കെ പോകുന്നു, ഉപയോഗിക്കാണ്ടായി.
ഞാനെന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് ഞാനിത് എടുത്തു വെച്ചിരിക്കുന്നതാണ്. വാപ്പ ഉപയോഗിച്ചിരുന്നല്ലേ, ഇതൊന്നും ഇപ്പോൾ കാണാനില്ലല്ലോ, സ്പീക്കറൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ മാറ്റി വെക്കുക. അതേപോലെ തന്നെ ഒരു റേഡിയോ ഉണ്ട് കേട്ടോ. ഇത് ഇതിൻ്റെ ഉള്ളിൽ പൈസയൊക്കെ കയറി കിടപ്പുണ്ട്. ഇതും അതെ അങ്ങനെ തന്നെയാണ്. ഈ ഇതും ഇപ്പം കേടായി. അപ്പോൾ ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാണയമല്ല കേട്ടോ, പൈസ. നാണയം മാറി പറഞ്ഞാണ്. പൈസ ഇല്ലേ, പഴയ പൈസ, 1-ന്റെയും 2-ന്റെയൊക്കെ പൈസ, അതാണ് കേട്ടോ ഇതിലുള്ളത്. ഒന്ന് കണ്ടിട്ടുണ്ടാവില്ല ആരും. ഇത് 2-ന്റെ പൈസയാണ് കേട്ടോ, 2-ന്റെ പൈസ. ഇത് 1-ന്റെ പൈസ. കണ്ടോ? ഇതൊക്കെ ഇനിയും ഇതിൽ വീണ് കിടക്കണൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനെന്താ ചെറുപ്പമൊന്നുമില്ല, ചീത്തായി തുടങ്ങി. ഇതുപോലത്തെ വേറെ 2-3 പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അത് വാപ്പ പണ്ട് ഇത് ഇടക്ക് തുറന്ന് കാണിച്ചു തരും. അതിൽ വേറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വാപ്പ അന്ന് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഇതിൽ വെക്കുമായിരുന്നു. അപ്പോൾ വാപ്പ ഇടക്ക് തുറക്കുമ്പോൾ ഗൾഫിൽ നിന്ന് ഒന്നൊരു പെട്ടി തുറക്കണ പോലെയാണ് ഞാനൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പോൾ വാപ്പാനോട് ചോദിച്ച് 2 പെട്ടി ഞാൻ കളിക്കാനെടുത്ത് ചീത്തായിപ്പോയി. അപ്പം അത് ഓർക്കുമ്പോൾ സങ്കടമാണ്. അതും ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ. അതിൽ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞാനൊക്കെ പോയി. അപ്പോൾ ഇത് മാറ്റി വെക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് മാസ്റ്റർ ബീഡി എന്ന് പറഞ്ഞിട്ട് വാപ്പ വീടി തെറുക്കുമായിരുന്നു. മാസ്റ്റർ ബീഡി എന്നായിരുന്നു വാപ്പയുടെ വീടിയുടെ പേര്. മാസ്റ്റർ ഖാദർ എന്നായിരുന്നു വാപ്പാനെ വിളിച്ചിരുന്നത്. അപ്പോൾ ഈ മാസ്റ്റർ ബീഡിയുടെ പരസ്യം വാപ്പ തിയേറ്ററിലൊക്കെ ചെയ്യുമായിരുന്നു. അതിൻ്റെ സ്ലൈഡ് അങ്ങനത്തെ എന്തോ സാധനമാണത്. അത് തിയേറ്ററിൽ എടുക്കുന്ന സാധനമായിരുന്നു. അതിൻ്റെ ഫിലിം ബോക്സും ഉണ്ട് കേട്ടോ. ഫിലിമൊന്നുമില്ല, അതിൻ്റെ ബോക്സ് ആയിരിക്കണം. ഫിലിം ബോക്സ് പോലെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു നോട്ടീസും ഉണ്ട്. അത് ഞാനിതിൽ താഴെ കാണിക്കാം കേട്ടോ. ഒരു നോട്ടീസുണ്ട്, വാപ്പാടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് മാസ്റ്റർ ബീഡി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതും ഈ പെട്ടിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ വളരെ പ്രിയപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ, വാച്ച്. എനിക്ക് വാപ്പാടെ കൈ ഓർമ്മ വരും ഈ വാച്ച് കാണുമ്പോൾ. വാപ്പ ഈ വാച്ച് കെട്ടിയേ ഞാൻ കണ്ടിട്ടുള്ളൂ. വാപ്പ മരിക്കണേക്ക് കുറച്ച് നാൾക്ക് മുമ്പ് ഇത് കേടായിട്ട് പിന്നെ അത് വാപ്പ എടുത്തു വെച്ചു, ഈ പെട്ടിയിൽ ഊരി വെച്ചു. അപ്പം എനിക്ക് ശരിക്കും ഈ വാച്ച് കാണുമ്പോഴാണ് ഭയങ്കര സങ്കടം തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വാപ്പാക്ക് ആരോ ഗൾഫിൽ നിന്ന് വന്നിട്ട് കൊടുത്ത വാച്ചാണിത്. പെട്ടെന്ന് കേടായിപ്പോയി. ഇതും കെട്ടി കണ്ടിട്ടുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ കണ്ടേക്കണ ഈ വാച്ച് കെട്ടിയിട്ടാണ്. വെള്ളയാണ് വാപ്പ ഇടുക ഡ്രസ്സ്. അപ്പോൾ ആ വെള്ളയും ഡ്രസ്സും ഈ വാച്ചും എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു രൂപമാണ്. ഓർക്കുമ്പോൾ വിഷമാവും എനിക്കത്. അപ്പോൾ അത് രണ്ടും അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ വാപ്പയുടെ കണ്ണട. വാപ്പ അങ്ങനെ പത്രം വായിക്കുമ്പോഴും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. എപ്പോഴും വെക്കൂല വാപ്പ കണ്ണട. വാപ്പയുടെ കണ്ണടയാണ്. ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഉമ്മയുടെ കണ്ണടയാണ് കേട്ടോ. എന്നാലും ഉമ്മ ഇപ്പോൾ വേറെ കണ്ണടയാണ് ഉപയോഗിക്കണത്. പക്ഷെ എന്നാലും വാപ്പയുടെ കണ്ണടയൊപ്പം വെച്ചേക്കണത്. ഇപ്പം സ്റ്റൈലാണ് കേട്ടോ, ഇവരെ കണ്ണടയൊക്കെ ഇപ്പം സ്റ്റൈലാണ്. ഇപ്പോൾ ഇതൊക്കെയാണ് ആൾക്കാർ വെച്ചിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇല്ലേ എൻ്റെ ഇക്കാടെ മോൻ, അവൻക്ക് ഈ ഫാൻസി ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കൊണ്ടുപോകും. ഇത് ലൂസാണ് അവനിക്ക്. അപ്പം ഇതെടുത്തുകൊണ്ട് പോകും. ഞാൻ അപ്പം തന്നെ മേടിച്ച് പെട്ടിയിൽ വെക്കും. കാരണം എനിക്കിത് ചീത്താവാന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. നഷ്ടപ്പെടാണ്ട് സൂക്ഷിച്ച് വെച്ചിരിക്കണതാണ് പാപ്പാടെ കണ്ണട. ഇതാണ്. അപ്പോൾ ഇതും ഈ വാച്ചിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു വിഷമകരമായിട്ട് പറയേണ്ട കാര്യം തന്നെയാണ് ഇത് രണ്ടും. ഒരെണ്ണം ആദ്യം പറയാം. ഹീറോ പെൻ. ഞാൻ 10ാം ക്ലാസ്സിൽ ജയിച്ചപ്പോഴാണ് എനിക്കിത് വാപ്പ സമ്മാനമായിട്ട് തന്നത് കേട്ടോ. ഈ തടയിലൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇത് എഴുതാൻ. പക്ഷെ തരൂല, വലിയ കുട്ടിയായിട്ട് തരുള്ളൂ എന്ന് പറയും. അപ്പോൾ വലിയ കുട്ടിയായി എന്നുള്ള ലക്ഷണമാണ് ഇത് തരിക എന്നുള്ളത്. അപ്പോൾ ഇത് എനിക്ക് 10ാം ക്ലാസ്സിൽ വെച്ച് വാപ്പ തന്നതാണ്. 3 മക്കൾക്കും വാപ്പ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ ഇങ്കൊന്നുമില്ല, പക്ഷെ ഞാൻ എന്നാലും ഇത് കളയാതെ സൂക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് 10ലേക്ക് ജയിച്ചപ്പോൾ വാപ്പ തന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് വാപ്പാടെ പേനയാണ്. വാപ്പ വയ്യാതായിട്ട് കടയിലൊന്നും പോവാതായപ്പോൾ മാത്രമേ ഇത് ഉപയോഗിക്കാതെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുവരെ വാപ്പ ഇത് ഉപയോഗിക്കുമായിരുന്നു. വാപ്പാടെ പേനയാണ്. അപ്പോൾ ഇതുകൊണ്ടേ എഴുതുള്ളൂ. എത്ര പേന വിൽക്കണ ആളാണെന്ന് അറിയോ വാപ്പ. പേനയൊക്കെ ഉണ്ടല്ലോ വാപ്പാടെ കടയിൽ, പക്ഷെ ഹീറോ പേന ഉണ്ട് വാപ്പാടയിൽ, പക്ഷെ ഇതുകൊണ്ടേ എഴുതുള്ളൂ. ഇതാണ് വാപ്പായോട് ചേർന്ന് നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, വാച്ച് കണ്ണടയൊക്കെ പോലെ തന്നെ വാപ്പായുടെ ഭയങ്കര അടുത്ത ഒരു ഇതാണ് പേന. അത് ഞാൻ കളയാതെ സൂക്ഷിച്ചിട്ടുണ്ട്.
ഞാനുള്ളിടത്തോളം കാലം ഇതൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഉള്ളത് ഇതാണ് കേട്ടോ. ഇത് വാപ്പ എനിക്ക് വാങ്ങിച്ചു തന്ന കണ്ണടയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കണ്ണട, എനിക്ക് ഷോർട്ട് സൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കണ്ണട വെക്കാൻ തുടങ്ങിയ സമയത്ത് വാപ്പ എനിക്ക് വാങ്ങി തന്നതാണ്. ഇപ്പം ഇങ്ങനത്തെ കണ്ണടയൊക്കെ സ്റ്റൈലായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഞാനിതിപ്പോൾ വെക്കാറില്ല, ചീത്തായി. ഞാൻ എന്നിട്ട് അത് സൂക്ഷിച്ചു വെച്ചതാണ്. ഈ കണ്ണടയൊക്കെ വരുന്നതിന് മുമ്പ് വാപ്പ മേടിച്ചു തന്ന കണ്ണട ആയതുകൊണ്ട് വാപ്പയുടെ പെട്ടിയിൽ തന്നെ എടുത്ത് സൂക്ഷിച്ചു വെച്ചു. പിന്നെ ഇതിൽ ഗോൾഡ് ചെപ്പ് കാണുന്നുണ്ട് നിങ്ങളല്ലേ, ലക്ഷ്മി ജ്വല്ലറിയുടെ. പക്ഷെ അതൊന്നും അല്ല കേട്ടോ, ഗോൾഡൊന്നും അല്ല. ഇതെൻ്റെ വാച്ചിൻ്റെ കണ്ണി ഇടിപ്പിച്ചതാണ്. അത് ഞാൻ വെറുതെ ഇതിൽ വെച്ചേ ഉള്ളൂ. ആ വാച്ചൊക്കെ കേടായി പോയി. ഇനിയിപ്പോൾ ഇതിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല, കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാം. പക്ഷെ നല്ല ചെപ്പായതുകൊണ്ട് എടുത്തു വെച്ചതാണ്. പിന്നെ ഒന്നുമില്ല കേട്ടോ, ഇതൊക്കെ എംപ്റ്റിയാണ്, ഒന്നുമില്ല. അതുപോലെ തന്നെ പിന്നെ ഒരെണ്ണം പറഞ്ഞാൽ ഇത് ബുക്കാണ് കേട്ടോ. വാപ്പയുടെ കടയിൽ കണക്ക് എഴുതിയിരുന്ന ബുക്കാണ്. വാപ്പ കണക്ക് എഴുതിയിരുന്ന ബുക്കാണ് കേട്ടോ. കുറേ കണക്കുകൾ വാപ്പയുടെ ഹാൻഡ് റൈറ്റിംഗ് ആണിത്. വാപ്പയുടെ ബുക്കാണിത്. അപ്പോൾ ഒരുപാട് കണക്കുകളൊക്കെ എഴുതി സൂക്ഷിച്ചിരുന്നു ഇതിൽ. ഒരുപാട് എഴുതാൻ ബാക്കിയാണ് ഇനിയും. ഒരുപാട് എഴുതാൻ ബാക്കി വെച്ചിട്ടാണ് വാപ്പ പോയിരിക്കുന്നത്. ഇതൊക്കെ എന്താണോ എന്തോ, ഇത് പാപ്പയുടെ പാർട്ടിയുടെ എന്തോ ഒരു കാർഡൊക്കെയാണ്. അപ്പോൾ ഇതും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പാപ്പയുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഇടയ്ക്കെടുത്ത് നോക്കും ഞാൻ. അപ്പോൾ ഇത് ഞാൻ ഭദ്രമായി ഇങ്ങനെ സൂക്ഷിച്ചു. ഞാൻ ഉള്ളിടത്തോളം കാലം ഇതൊക്കെ എൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും. അത് കഴിഞ്ഞ് എനിക്കറിയില്ല. പിന്നെ ഇതൊരു ചെക്കാണ്, കനറ ബാങ്കിൽ ചെക്കാണ്. പക്ഷെ ഇതിൽ പൈസയൊന്നും ഇല്ല കേട്ടോ. ഒരു 390 രൂപ വിഡ്രോ ചെയ്തതായിട്ട് കാണുന്നുണ്ട്, വേറെ ഒന്നുമില്ല. അത് ഞാൻ സൂക്ഷിച്ചു. പിന്നെ ഇതൊക്കെ അതേപോലെ തന്നെ പണ്ടെങ്ങാണ്ട് വാങ്ങിച്ച എന്തോ ഉമേഷ് സ്റ്റോഴ്സിന്ന് വാങ്ങിച്ച എന്തോ കവറൊക്കെ അതേപോലെ തന്നെ വാപ്പ വെച്ച അതേപോലെ തന്നെ വെച്ചിരിക്കുകയാണ്. ഒന്നിനൊരു മാറ്റവും ഇല്ല കേട്ടോ. ഇതൊക്കെ പൈസയാണ്, നേരത്തെ കാണിച്ചു തന്ന പൈസ വെച്ചേക്കുന്നതാണ് കണ്ട. അപ്പോൾ അങ്ങനെ ഇതിലെ സംഭവങ്ങളൊക്കെ ഇത്രയാണ്. ഇതാണ് എൻ്റെ വാപ്പയുടെ ഓർമ്മകളുടെ പെട്ടി. വാപ്പയുടെ ഓർമ്മകളാണ് ഇതിലെന്ന്. പിന്നെ നമ്മളെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് മാത്രമല്ല കേട്ടോ, വാപ്പയുമായിട്ട് ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട്. എന്നെ ആദ്യമായിട്ട് തല്ലിയതും. വാപ്പ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടമാണ്. വാപ്പ പോയത് ഇപ്പോഴും മിസ്സിങ് ആണ്. വാപ്പേനെ പറ്റി പറയുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. അപ്പോൾ അങ്ങനെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ, എൻ്റെ വാപ്പയുടെ പെട്ടിയും അതുപോലെ തന്നെ വാപ്പയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന കുറേ സംഭവങ്ങളൊക്കെയാണ് ഇതിൽ. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോയിൽ കുറേ തെറ്റുകുറ്റങ്ങൾ വന്ന് പോകുന്നുണ്ട്. അതൊക്കെ ക്ഷമിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണം. വിമർശനങ്ങളും നിങ്ങൾ കമൻറ്റിൽ വന്ന് പറയണം. അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാൻ പറ്റുമല്ലോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഓക്കെയാണ്, സന്തോഷമുണ്ട്, അതിലൊരുപാട് നന്ദിയുണ്ട്. പക്ഷേ വ്യൂവേഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങളെൻ്റെ വീഡിയോ കാണണം, കണ്ട് അഭിപ്രായങ്ങൾ പറയണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.